ഹലോ നമസ്കാരം, ഞാൻ രേഖ ഷാജനാണ്. ഇന്ന് നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഡേറ്റ്സ് വെച്ചുണ്ടാക്കിയ അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് പഞ്ചസാരയും കുറച്ചധികം ഡേറ്റ്സ് ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു 3.5 കിലോ അടുത്ത് വരുന്നൊരു കേക്കാണ്. ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ കേക്ക് നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കാതെ വീട്ടിൽ മിക്സിയിലും അതുപോലെ തന്നെ വിസ്കൊക്കെ വെച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കേക്കാണ്. നമുക്ക് സേഫായിട്ട് വീട്ടിൽ കഴിക്കാം. ഹെൽത്തിയാണ്. നമുക്ക് നമ്മളെ മക്കൾക്ക് കൊടുക്കാനും വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും ഒക്കെ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 300 ml പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് തിളച്ച് ചൂടായിട്ട് വരണം. ഇത് പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം 300 ഗ്രാം, ഏകദേശം 300 ഗ്രാം 1.5 കപ്പ് അളവിലുള്ള ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പാലിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഈന്തപ്പഴം അതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. ഇത് പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ചൂടാറി കിട്ടുന്നവരെ നമുക്കിത് പാത്രം വെച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്കായ, 2 കരയാമ്പൂവും, കറുവപ്പട്ട ഉണ്ടെങ്കിൽ ഒരു പീസ് കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് എഗ്ഗാണ്. അപ്പോൾ 6 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് എല്ലാം പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാർ മൂടി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. എഗ്ഗും പഞ്ചസാരയും കൂടി ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 3/4 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ സെയിം അളവിൽ ബട്ടറും ചേർക്കാം കേട്ടോ. ഇത് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് 4 കപ്പ് 250 ml 4 കപ്പ് മൈദയാണ്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് സ്ലോലി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ വീഡിയോയിൽ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ നന്നായിട്ട് കുറേശ്ശെ ആയിട്ട് ഫ്ലോർ ആഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ സ്ലോലി മിക്സാക്കി നമുക്ക് കേക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം പാലിലിട്ട് വെച്ചതാണ്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ ഉടഞ്ഞ് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും ഈ ബാറ്റർ. ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇവിടെ ഒരു 4 kg കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്ക്യൂവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കൊന്ന് പാൻ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് എനിക്കിത് ഏകദേശം 1 മണിക്കൂറാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് റെഡിയായി കിട്ടാനായിട്ട് എടുത്തത്. ഞാൻ ഈ കേക്ക് ഏകദേശം ഒരു 3/4 വേവായപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും കൂടിയും കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഏകദേശം 1 ഹവറിന് ശേഷം കേക്ക് നല്ല റെഡിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അന്ന് തന്നെ ഉപയോഗിക്കാതെ നമ്മളത് ഒരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് റാപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിലും നല്ല സ്പോഞ്ചി ആയിട്ട് കേക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ സെയിം അളവിൽ ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കിയ കേക്കാണിത്. നമ്മൾ റാപ്പ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് എടുത്ത് ഉപയോഗിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സിനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളിത് സെയിം വേ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഇനിയും നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ഡിയേഴ്സ്.